Good morning, students. During the last classes of market management, we explained about market segmentation. Out of the last classes, we explained the several components of market segmentations, like the theoretical aspects of market segmentation, procedure or process of market segmentation, and needs and importance of studying of market segmentation, like that. In today's class, we propose to explain the next terminology of segmentation, that is basis of market segmentation. മാർക്കറ്റ് സെഗ്മെൻറ്റേഷനുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടെർമിനോളജിയാണ് സെഗ്മെൻറ്റേഷൻ ബേസിസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബേസിസ് ഓഫ് സെഗ്മെൻറ്റേഷൻ എന്നുള്ളത്. വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു സെഗ്മെൻറ്റേഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഡിഫറെൻറ്റ് ഓപ്ഷൻസിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബേസിസ് കോമൺലി പല കമ്പനീസും ഓപ്റ്റ് ഔട്ട് ചെയ്യപ്പെടാറുണ്ട്. നമ്മൾ മുമ്പ് ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചതുപോലെ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്നുള്ള പ്രോസസ്സ് തന്നെ കണ്ടക്ട് ചെയ്യപ്പെടുന്നത് ഒരു കോമൺ മാർക്കറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നീഡ്സ് ആൻഡ് വാണ്ട്സ് ഉള്ള വൈഡ് വെറൈറ്റി ഓഫ് കസ്റ്റമേഴ്സിനെ ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഡിഫിക്കൽട്ടീസ് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റിനെ പല കാറ്റഗറി ആയിക്കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് അതിലേതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയോ ഒന്നിൽ കൂടുതൽ പെർട്ടിക്കുലർ കാറ്റഗറിയോ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ബിസിനസ് ഓപ്പറേഷൻ ആൻഡ് മാർക്കറ്റിംഗ് ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ള മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ പ്രോസസ്സ് നമ്മൾ കൂടുതലായിക്കൊണ്ട് പ്രിഫർ ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതിനകത്ത് ഏതെല്ലാം ബേസിസ് ഉപയോഗിച്ചുകൊണ്ടാണ്, ഏതെല്ലാം മാനദണ്ഡത്തിലാണ് നമുക്ക് ഒരു മാർക്കറ്റിനെ ഡിഫറെൻറ്റ് കമ്പോണൻസ് ആയിക്കൊണ്ട് ഡിഫറെൻറ്റ് പാർട്ടായിക്കൊണ്ട് ക്ലാസിഫൈ ചെയ്യാനായിക്കൊണ്ട് സാധിക്കുക, സെഗ്മെൻറ്റ് ചെയ്യാനായിക്കൊണ്ട് സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്യാപ്ഷൻസിൻ്റെ ഭാഗമായിക്കൊണ്ട് പ്രധാനമായിക്കൊണ്ടും ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇവിടെ ബേസിസ് ഓഫ് സെഗ്മെൻറ്റേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി 4 ടൈപ്പ് സെഗ്മെൻറ്റേഷൻ ബേസിസുകളാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. Okay, there are mainly 4 type of basis for market segmentation. The first one is demographic segmentation, and second one psychographic segmentation, and third one geographic segmentation, and the fourth one behavioral segmentation. പല രീതിയിൽ നമുക്ക് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോലും ഏറ്റവും ഇഫക്റ്റീവ് ആയിക്കൊണ്ട് ഏറ്റവും റിയലിസ്റ്റിക് ആയിക്കൊണ്ട് നമുക്ക് ഈ രീതിയിൽ 4 ടൈപ്പ് സെഗ്മെൻറ്റേഷൻ ബേസിസ് ആയിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും ആളുകളുടെ ഒരു ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സിനനുസരിച്ചുകൊണ്ട് മാർക്കറ്റിനെ വ്യത്യസ്ത ഏരിയാസിൽ വ്യത്യസ്ത രീതിയിൽ ഡിവൈഡ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് അടുത്ത സ്ലൈഡിൽ എൻ്റർ ചെയ്യാവുന്നതാണ്. ആൻഡ് സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻസ് എന്നുള്ളത് കസ്റ്റമേഴ്സിൻ്റെ ഒരു സൈക്കോഗ്രാഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത വേരിയബിൾസിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ജിയോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ, ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ. അപ്പോൾ 4 വ്യത്യസ്ത മേഖലയെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇതിലേതെങ്കിലും രൂപത്തിലൊരു ബേസിസ് ഉപയോഗിച്ചുകൊണ്ട് കമ്പനിയുടെ മാർക്കറ്റിന് അനുസരിച്ചുകൊണ്ട്, കമ്പനിയുടെ പ്രോഡക്റ്റിനനുസരിച്ചുകൊണ്ട്, കമ്പനിയുടെ കസ്റ്റമേഴ്സിൻ്റെ റേഞ്ച് അനുസരിച്ചുകൊണ്ട് ഇതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ബേസിസ് ഉപയോഗിച്ചുകൊണ്ട് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ഓരോ ബേസിസിനകത്തും വ്യത്യസ്ത രൂപത്തിലുള്ള വേരിയബിൾസ് അവൈലബിൾ ആണ്. വ്യത്യസ്ത രൂപത്തിലുള്ള വേരിയബിൾസ് നമുക്ക് കൃത്യമായി കൊണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ രീതിയിൽ 4 പ്രധാനപ്പെട്ട ബേസിസ് ആയിക്കൊണ്ടാണ് നമ്മളിവിടെ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ബേസിസ് എന്നുള്ള ടെർമിനോളജിയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. Demography means the statistical study about the people or population. ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ തന്നെ ആളുകളെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് നമ്മൾ ഡെമോഗ്രാഫിക് സ്റ്റഡി എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. അപ്പോൾ നോർമലി ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് it means the market is segment on the basis of demographic variables such as age, sex, income, occupation, റിലീജിയൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എക്സെട്ര. ആളുകളുടെ വ്യത്യസ്ത രൂപത്തിലുള്ള ഫീച്ചേഴ്സിനനുസരിച്ച് കൊണ്ട് മാർക്കറ്റിനെ ഡിഫറെൻറ്റ് ടൈപ്പായിക്കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെമോഗ്രാഫിക് വേരിയബിൾസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടോട്ടൽ മാർക്കറ്റിനെ ഡിഫറെൻറ്റ് പാർട്ടായിക്കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. ഓക്കെ, ഇത് നമുക്ക് പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ജനറൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന രൂപത്തിൽ ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ മീൻസ് ഡിവൈഡിങ് ദി ടോട്ടൽ മാർക്കറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് പാർട്സ് ഓൺ ദി ബേസിസ് ഓഫ് വേരിയസ് ഡെമോഗ്രാഫിക് വേരിയബിൾസ് ലൈക്ക് ഏജ്, സെക്സ്, education, religion, income, like that. Okay.
ഇതാണ് നമ്മളതിൻ്റെ സെൻറ്റൻസ് ആയിക്കൊണ്ട് ഇവിടെ കോട്ട് ചെയ്തിട്ടുള്ളത്. വളരെ കോമൺ ആയിക്കൊണ്ട് പൊതുവിൽ കമ്പനിക്ക് വളരെ ഈസിയസ്റ്റ് ആയിക്കൊണ്ട് അവിടെ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ബേസിസ് കൂടിയാണ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. In the case of demographic segmentation, there are so many kind of variables there under this particular terminology. Demographic segmentation-മായി ബന്ധപ്പെട്ട് നമുക്ക് വ്യത്യസ്ത വേരിയബിൾസ് ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് കമ്പനിക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വേരിയബിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ബേസിനകത്ത് തന്നെ ഡിഫറെൻറ്റ് വേരിയബിൾസ് കമ്പനിക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏറ്റവും മാച്ചബിൾ ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിതിൻ്റെ സെഗ്മെൻറ്റേഷൻ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിക്കൊണ്ടും ഒരു 5-6 രൂപത്തിലുള്ള വേരിയബിൾസുകളാണ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷന് വേണ്ടി ഉപയോഗിക്കാറുള്ളത്. ദ ഫസ്റ്റ് വൺ ഏജിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, സെക്സ് റിലേറ്റഡ് ആയിക്കൊണ്ട് ക്ലാസിഫൈ ചെയ്യുക, ഫാമിലി ലൈഫ് സൈക്കിൾ, റിലീജിയൻ, ഇൻകം, ഓക്യുപ്പേഷൻ, എഡ്യൂക്കേഷൻ, ഇതെല്ലാം ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്നുള്ള ഈ ഒരു കോമൺ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ടോട്ടൽ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന വ്യത്യസ്ത വേരിയബിൾസുകളാണ്. ഇപ്പോൾ ഏജുമായി ബന്ധപ്പെട്ട് ഒരു എക്സാമ്പിൾ ആയിക്കൊണ്ട് ഏജുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക എന്നുണ്ടെങ്കിൽ നമുക്കറിയാം സാധാരണഗതിയിൽ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ജനറൽ ഇൻഡിവിജ്വൽസിനെ അവരുടെ ഏജിൻ്റെ അടിസ്ഥാനത്തിൽ പല രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ എന്താണ് ഇൻഫാൻസി സ്റ്റേജിലുള്ള ആളുകൾ, അതല്ലെങ്കിൽ എന്താണ് യൂത്ത് സ്റ്റേജിലുള്ള അല്ലെങ്കിൽ ആളുകൾ, അതുപോലെ തന്നെ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ സീനിയർ സിറ്റീസൺ, ഓൾഡ് ഏജ് സിറ്റീസൺ, അങ്ങനെ പല രീതിയിൽ ഏജിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ സെക്സിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാം, മെയിൽ ആൻഡ് ഫീമെയിൽ, ട്രാൻസ്ജെൻഡേഴ്സ്, ഇങ്ങനെ രൂപത്തിൽ ക്ലാസിഫിക്കേഷൻ നടത്താം. അതുപോലെ തന്നെ ഫാമിലി ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഒരു ഫാമിലിയിൽ ഏതെല്ലാം രൂപത്തിലുള്ള കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് പ്രധാനമായി കൊണ്ട് കോമ്പോസിഷൻ ഉള്ളത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമുക്കതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ടേക്കപ്പ് ചെയ്യാൻ വേണ്ടി ചൈൽഡ്ഹുഡിലുള്ള ആളുകൾ, അതുപോലെ തന്നെ ബാച്ചിലർഹുഡ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഹണിമൂണേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ പാരൻറ്ഹുഡ് ആയിട്ടുള്ള ആളുകൾ, പോസ്റ്റ് പാരൻറ്ഹുഡ് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ ഈ രീതിയിൽ ഒരു ഫാമിലി പൊസിഷനിൽ ഏതെല്ലാം ഫാമിലി പൊസിഷനിലാണ് ഒരു ഫാമിലിക്കകത്തുള്ള ആളുകൾ ഇപ്പോൾ നിലവിൽ അണ്ടർഗോസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഫാമിലി ലൈഫ് സൈക്കിൾ എന്നുള്ള ടെർമിനോളജി കൊണ്ട് പ്രധാനമായിക്കൊണ്ടും ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യുക, ഹൈ ഇൻകം ഗ്രൂപ്പ്, അതുപോലെ അല്ലെങ്കിൽ മിഡിൽ ഇൻകം ഗ്രൂപ്പ്, ആവറേജ് ഇൻകം ഗ്രൂപ്പ്, ലോ ഇൻകം ഗ്രൂപ്പ് എന്നുള്ള രൂപത്തിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ നടത്താം. അതുപോലെ തന്നെ ഒക്യുപ്പേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. അതുപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ഫാമിലി സൈസിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാവുന്ന, അങ്ങനെ പല രീതിയിലുള്ള വേരിയബിൾസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ നമുക്ക് ഇഫക്റ്റീവ്ലി കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് ബേസിസ് ഓഫ് സെഗ്മെൻറ്റേഷൻ ആണ് സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടുന്നത്. എന്താ സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്നുള്ള ടെർമിനോളജിയോട് ഉദ്ദേശിക്കുന്നത്? പ്രധാനമായിക്കൊണ്ടും ഇറ്റ് മീൻസ് ദ ഡിവൈഡിങ് ദ മാർക്കറ്റ് ഓൺ ദി ബേസിസ് ഓഫ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. ആളുകളുടെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിനനുസരിച്ച് കൊണ്ട് മാർക്കറ്റിനെ പല രൂപത്തിലുള്ള സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൻ്റെ വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് ക്ലാസിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ ഇമ്പോർട്ടൻ്റ്ലി ദർ ആർ 3 type of variables are commonly used under psychographic segmentations like social class, ലൈഫ് സ്റ്റൈൽ ആൻഡ് പേഴ്സണാലിറ്റി. പ്രധാനമായിക്കൊണ്ടും സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിനെ അല്ലെങ്കിൽ ടോട്ടൽ കസ്റ്റമേഴ്സിനെ അവരുടെ സൈക്കോഗ്രാഫിക് ഫീച്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് 2-3 വേരിയബിൾസാണ് നമുക്ക് വളരെ കോമൺ ആയിക്കൊണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഒന്ന് സോഷ്യൽ ക്ലാസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ആളുകളുടെ പേഴ്സണാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ സോഷ്യൽ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ മാർക്കറ്റ് നമുക്ക് അപ്പർ ക്ലാസ്, അതുപോലെ മിഡിൽ ക്ലാസ്, അതുപോലെ ലോവർ ക്ലാസ്, ഈ രൂപത്തിൽ സോഷ്യൽ ക്ലാസ് എന്നുള്ള രൂപത്തിൽ നമുക്ക് ടോട്ടൽ മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദ വേ ഓഫ് ലിവിങ്, ദ വേ ഓഫ് കൺസ്യൂമിങ് എന്നുള്ള രൂപത്തിൽ നമുക്ക് ആളുകളുടെ ഒരു ലൈഫ് പാറ്റേൺ അല്ലെങ്കിൽ അവരുടെ ലൈവ്ലി ലിവിങ് സ്റ്റൈൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പേഴ്സണാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായി കൊണ്ട് മാർക്കറ്റിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ആക്റ്റീവ് ആൻഡ് പാസീവ്, അതല്ലെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക് അല്ലെങ്കിൽ പെസിമിസ്റ്റിക്, അല്ലെങ്കിൽ ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിക്കൊണ്ട് മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ സൈക്കോഗ്രാഫിക് വേരിയബിൾസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സൈക്കോഗ്രാഫിക് ഫീച്ചേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ആൻഡ് ദ തേർഡ് ടൈപ്പ് ഓഫ് സെഗ്മെൻറ്റേഷൻ ഈസ്
geographic segmentation. Okay, it means the process of dividing the total market on the basis of different geographical area or different geographical unit. അപ്പോൾ നമ്മൾ മുമ്പ് മറ്റു പല സെഗ്മെൻറ്റേഷൻ ബേസിസിലും പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പ്രത്യേകമായിക്കൊണ്ട് ടോട്ടൽ മാർക്കറ്റിനെ ജോഗ്രഫിക്കൽ ഏരിയയുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുക, അതല്ലെങ്കിൽ ജോഗ്രഫിക്കൽ യൂണിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദർ ആർ മെയിൻലി 3 types of variables are used under geographic segmentation. The first one is area-wise segmentation, and second one climate-wise segmentation, and the third one population-based segmentation. 3 രൂപത്തിലുള്ള വേരിയബിൾസുകളാണ് നമുക്ക് പ്രധാനമായിക്കൊണ്ടും ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ, ആളുകളുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ യൂണിറ്റിനെ ജോഗ്രഫിക്കൽ ഏരിയയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിക്കൊണ്ടും 3 വേരിയബിൾസുകളാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഏരിയയുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുക, ക്ലൈമറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുക, അതുപോലെ തന്നെ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുക. ഇപ്പോൾ ഏരിയയുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് അവിടെ നമുക്ക് കൺട്രി ബേസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഓരോ ലോകത്തിൻ്റെ ടോട്ടൽ മാർക്കറ്റിൻ്റെ ഓരോ രാജ്യത്തെ ഓരോ മാർക്കറ്റ് ആയിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. അതല്ലെങ്കിൽ റീജിയൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, അല്ലേ? റീജിയൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിക്കൊണ്ട് നോർത്തേൺ റീജിയൻ അല്ലെങ്കിൽ സൗത്തേൺ റീജിയൻ എന്നുള്ള രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഭൂഖണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, അല്ലേ? ഏഷ്യൻ മേഖല, പസഫിക് മേഖല, യൂറോപ്യൻ മേഖല, ലാറ്റിൻ അമേരിക്കൻ മേഖല, ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിലുള്ള ഏരിയ യൂസ് ചെയ്തുകൊണ്ട്, ജോഗ്രഫിക്കൽ ഏരിയ യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യും. ഇനിയിപ്പോൾ ഒരു നാഷണലൈസ്ഡ് മാർക്കറ്റിനെ തന്നെ നമുക്ക് ഏരിയയുടെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് വൈസ് ആയിട്ട് ക്ലാസിഫൈ. ഇപ്പോൾ ഇന്ത്യ എന്നുള്ളൊരു ടോട്ടൽ മാർക്കറ്റിനെ എടുക്കുക എന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് വ്യത്യസ്ത രൂപത്തിലുള്ള സ്റ്റേറ്റ് ലെവൽ ക്ലാസിഫിക്കേഷൻ യൂസ് ചെയ്യുക. ഇനി ഒരു സ്റ്റേറ്റ് ലെവൽ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഡിസ്ട്രിക്ട് ലെവൽ ക്ലാസിഫിക്കേഷൻ യൂസ് ചെയ്യുക. അങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ ജോഗ്രഫിക്കൽ ഏരിയ ബേസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് ഇറ്റ്സ് ഫസ്റ്റ് വേരിയബിൾ. ആൻഡ് ദി സെക്കൻഡ് വൺ ക്ലൈമറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ജോഗ്രഫിക്കൽ സെഗ്മെൻറ്റേഷൻ്റെ രണ്ടാമത്തെ വേരിയബിൾസാണ് ക്ലൈമറ്റ് ബേസ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളത്. ക്ലൈമറ്റുമായി റിലേറ്റഡ് ആയിക്കൊണ്ട് നമുക്കറിയാം ടോട്ടൽ മാർക്കറ്റിന് ഹോട്ട് ഏരിയ, കോൾഡ് ഏരിയ, അതുപോലെ തന്നെ ഹ്യൂമിഡ് ഏരിയ, റെയിനി ഏരിയ, അങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ദ തേർഡ് വേരിയബിൾ ഈസ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ്റെ അടിസ്ഥാനം ജോഗ്രഫിക്കലി റിലേറ്റഡ് ആയിക്കൊണ്ട് പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പ്രധാനമായിക്കൊണ്ട് പോപ്പുലേഷൻ ബേസിസ് ആയിക്കൊണ്ട് പോപ്പുലേഷൻ ഡെൻസിറ്റി, അതുപോലെ തന്നെ ഹൈ ഡെൻസിറ്റി, ലോ ഡെൻസിറ്റി എന്നുള്ള പ്രധാനപ്പെട്ട എലമെൻറ്റിൽ നമുക്കതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസിഫിക്കേഷൻ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. Okay, and the last basis of classification, basis of segmentation is behavioral segmentation. Okay, behavioral segmentation. It is a process of dividing the total market into different parts on the basis of behavioral factors. Okay. Once again, behavioral segmentation means the process of dividing total market into different parts on the basis of behavioral factors. Customers അല്ലെങ്കിൽ ജനറൽ ഇൻഡിവിജ്വൽസിൻ്റെ കോമൺ ബിഹേവിയറൽ ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിക്കൊണ്ടും കസ്റ്റമേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിഹേവിയറൽ ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യത്യസ്ത രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ബിഹേവിയറൽ ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. There are mainly 5 types of variables are commonly used under behavioral segmentation, such as attitude, occasion of purchase, benefit seeks on the purchase, volume of purchase, ലോയാലിറ്റി. ഓക്കെ, ഇങ്ങനെ 4-5 രീതിയിൽ നമുക്ക് വേരിയബിൾസ് യൂസ് ചെയ്തുകൊണ്ട് ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ പ്രധാനമായിക്കൊണ്ട് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ഒന്നാമതായിക്കൊണ്ട് ആറ്റിറ്റ്യൂഡ്. കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഏത് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് പൊതുവിൽ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യാറുള്ളത്, ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യപ്പെടാറുള്ളത്, യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മാർക്കറ്റിനെ പല ആംഗിൾസിൽ ക്ലാസിഫൈ ചെയ്യാം. അല്ലെങ്കിൽ ഒക്കേഷൻ ഓഫ് പർച്ചേസ് രണ്ടാമത്തെ ഒരു വേരിയബിൾസാണ്. ഒക്കേഷൻ ഓഫ് പർച്ചേസ്, ഏത് ഒക്കേഷൻസിലാണ് കൂടുതലായിക്കൊണ്ട് കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യപ്പെടാറുള്ളത്. പ്രധാനമായിക്കൊണ്ട് നമുക്കറിയാം ഫെസ്റ്റിവൽ സീസണിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഡെയിലി ബേസിസിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്, അതല്ലെങ്കിൽ മന്ത് എൻഡിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്, വീക്കെൻഡിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ സെലിബ്രേഷൻ ഡേയ്സുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. ഈ രീതിയിൽ ഒക്കേഷൻ ഓഫ് പർച്ചേസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മാർക്കറ്റിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ,
ആൻഡ് തേർഡ് ക്ലാസിഫിക്കേഷൻ വേരിയബിൾ ഈസ് ബെനിഫിറ്റ് സീക്ക് എന്നുള്ളതാണ്. അപ്പോൾ വ്യത്യസ്ത കസ്റ്റമേഴ്സ് പല രൂപത്തിലുള്ള ബെനിഫിറ്റ്സുകളായിരിക്കും ഒരു പർച്ചേസിങ്ങിൻ്റെ അവരുടെ റീസൺ ആയിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റ് ആയിക്കൊണ്ട് പ്രധാനമായിക്കൊണ്ട് ഉദ്ദേശിക്കപ്പെടാറില്ല. എന്ത് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്ത് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണ് കൂടുതലായിക്കൊണ്ട് ആളുകൾ പർച്ചേസ് ചെയ്യുക. ചില പർച്ചേസിങ് നമുക്കറിയാം ഒരു പ്രസ്റ്റീജിയസ് റിലേറ്റഡ് ആയിരിക്കും ചില രൂപത്തിലുള്ള പർച്ചേസിങ്, ചിലത് ഇക്കോണമി ഓറിയൻറ്റഡ് ആയിരിക്കും, നമുക്ക് കോസ്റ്റ് ഇഫക്റ്റീവ് ആയിക്കൊണ്ട് ഏറ്റവും ബഡ്ജറ്റ് ലെവൽസിൽ ഇക്കോണമി ഓറിയൻറ്റഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് ബെനിഫിറ്റ് സീക്ക് എന്നുള്ള രൂപത്തിൽ മാർക്കറ്റിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യും. അതുപോലെ തന്നെ വോള്യൂം ഓഫ് പർച്ചേസ്, എത്രമാത്രം ക്വാണ്ടിറ്റിയിൽ എത്രമാത്രം വോള്യത്തിലാണ് കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യപ്പെടാറുള്ളത്. പ്രധാനമായിക്കൊണ്ടും ക്വാണ്ടിറ്റി ഓഫ് പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ട് ഹോൾസെയിലേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് കൺസ്യൂമേഴ്സ് ഇതൊക്കെ വ്യത്യസ്ത വോള്യത്തിലാണ് പർച്ചേസ് ചെയ്യപ്പെടുക. അപ്പോൾ വോള്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വോള്യം പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ച് കൊണ്ട് കസ്റ്റമേഴ്സിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലോയാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു മെൻ്റൽ അറ്റാച്ച്മെൻറ്റ് ഓഫ് കൺസ്യൂമേഴ്സ് ടു എ പെർട്ടിക്കുലർ ബ്രാൻഡ് ഓർ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് എന്നുള്ളതാണ് നമ്മൾ ലോയാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു കസ്റ്റമേഴ്സ് അവർ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിൽ മാനസികമായിക്കൊണ്ട് എത്രത്തോളം അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ലോയാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ലോയാലിറ്റി അടിസ്ഥാനത്തിൽ നമുക്ക് മാർക്കറ്റിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഹാർഡ് കോർ ലോയാലിറ്റി, സോഫ്റ്റ് കോർ ലോയാലിറ്റി അല്ലേ, അതുപോലെ തന്നെ സ്വിച്ചേഴ്സ്, ഇങ്ങനെ പല രൂപത്തിലുള്ള ക്ലാസിഫിക്കേഷൻ കോമൺലി അതുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ ദീസ് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് ബേസസ് ഓഫ് സെഗ്മെൻറ്റേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിക്കൊണ്ടും ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.